ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഫിഷിങ് എന്നാണ് നമ്മുടെ സ്ഥിരം സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടിയും കെൽട്ടൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള രണ്ട് റീലൊക്കെ ഇട്ട് റോഡും റീലിട്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു ഫിഷിങ് എന്നൊരു പ്രത്യേക ഒരു ഹരം തന്നെയാണ്. നമ്മൾ ടോപ്പിൽ നിൽക്കില്ല, ടോപ്പിൽ വെള്ളം ഒരുപാട് താഴെയാണ്, അതുകൊണ്ട് ഒരു നല്ല വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ സ്ഥിരം പരിപാടി തന്നെയാണ്. ബെന്നിട്ടുണ്ട് തന്നെയാണ് ഫിഷ് ചെയ്യണത്. ആദ്യത്തെ കാസ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്യണത്. ഏത് മീനും അടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് ബെന്നാകുമ്പോൾ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ് ചെയ്ത് നോക്കാം. കുറച്ച് ആൾക്കാരുണ്ട് ഫിഷ് ചെയ്യണത്. ഓക്കെ, ആദ്യത്തെ കാസ്റ്റിംഗ് ആണ് കാണുന്നത്. ഒരു മീഡിയം ലോങ് ഒക്കെ ഇറങ്ങിക്കോളൂ. ഫ്ലോട്ട് ചെയ്താണ്ട് കേട്ടോ നമ്മൾ ഫിഷ് ചെയ്യണത് ഈ പ്രാവശ്യം. ഓക്കെ, ഏകദേശം ഒരു കുറച്ച് ആയപ്പോഴത്തേന് തന്നെ മീനൊന്ന് അടിച്ചിരുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. വലിയൊരു ഫൈറ്റൊന്നും ഇല്ലാത്ത ടൈപ്പ് മീനാണ്. ഈ മീനിൻ്റെ പേരെന്താണെന്ന് അറിയണ പോലെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് പൊതുവെ ഞാൻ ഉപയോഗിക്കലില്ല. ഇത് തിന്നാൻ പറ്റുന്ന മീനല്ല എന്നാണ് നിലവിൽ എൻ്റെ ഒരു ധാരണ. ഇത് ട്രിഗർ ഫിഷ് പെട്ട ഏതോ ഒരു സാധനമാണ്. ഓക്കെ, നല്ല സ്കിൻ ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ലൊരു മീൻ തന്നെയാണ്. ഇത് ചുണ്ട കാണാൻ നല്ല രസമാണ്. അക്വേറിയത്തിലൊക്കെ ഇട്ട് കാണാമെങ്കിൽ നല്ല ലുക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. നമ്മളെ കൂടെ ഫിഷ് ചെയ്യാൻ വന്ന ഒരു കാക്കാക്ക് മീൻ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നല്ലൊരു ഫൈറ്റ് കാഴ്ച വെക്കണ മീനാണ്. അത്യാവശ്യം ഈ കാക്കാൻ്റെ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വലിയ വറ്റ എന്തെങ്കിലും ആയിക്കായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല ഫൈറ്റ് കാണിച്ചാണ് കേട്ടോ മീൻ. പൊതുവെ ഇവിടുന്ന് വറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല പവർ ഉണ്ടാവും. കാരണം കല്ലിൻ്റെ ഉള്ളിലൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. കാക്കാൻ്റെ അടുത്തുള്ള ചെറിയ റീലായതുകൊണ്ട് അത്യാവശ്യം ചുറ്റാൻ സമയം എടുക്കും. നമ്മളെ കയ്യിലുള്ള രണ്ട് റീലും വലിയ റീലാണ്. ഒന്ന് 8,000, ഒന്ന് 10,000. കാക്കാൻ്റെ അത്ര 5,000 ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ റൗണ്ട് ചുറ്റേണ്ടി വരും റീൽ. നല്ല ഫൈറ്റാട്ടോ കാണിക്കണത്. തിരുതാണ് കേട്ടോ കിട്ടിയത്. നല്ല ഏകദേശം ഒരു 1/2 കിലോ സൈസുള്ള തിരുതാണ്. ഇയാളും ഇത് നമ്മളെ സിസ്റ്റം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇയാളെ മെത്തേഡ് വേറെ രീതിയാണ്. നമുക്കൊരു ഏഞ്ചൽ ഫിഷാട്ടോ കിട്ടിയത്. ചെറിയ ഹുക്ക് ഇട്ടാണ് കേട്ടോ. നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്ത് കുറച്ച് ലോങ് കാസ്റ്റ് ആട്ടോ ഇപ്രാവശ്യം ഇട്ടത്. ഇപ്പം നമുക്ക് അടിച്ചത് ഒരു നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കണ്ട് തന്നെ കേട്ടോ ഇട്ടാണ്. ലോങ് നട്ടോ അടിച്ച് വരണം നമുക്ക്. ഇതിന് പുള്ളിക്കോരാന്നും പറയലുണ്ട്. ഇതിന് അറബിയിൽ ഷഹൂർ എന്ന് പറയും. ഈ വാലിൻ്റെ ഭാഗത്തൊരു പുള്ളി, ഒരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടാവും. ഓക്കെ, നല്ല വലിപ്പം വെക്കുന്ന മീനാണ്. പക്ഷേ ഇത് അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റിയ മീനൊക്കെ തന്നെയാണ്. ഇനി ഞാനൊരു പരീക്ഷണം കേട്ടോ. എൻ്റെ കയ്യിൽ ഞാനൊരു 2 ഫ്രോഗും ഒരു ഡഗ്ഗുമാണ് കേട്ടോ. നമ്മൾ വരാലിനെ പിടിക്കാനും ചെറിയനെ പിടിക്കാനൊക്കെ ഉപയോഗിക്കണം. ജസ്റ്റ് ഒന്ന് ഈ വെള്ളത്തിലൊന്ന് ഇതിൻ്റെ റിയാക്ഷൻ, ഇതിൻ്റെ എന്താ പറയുക, ഡ്രൈവൊക്കെ ഇങ്ങനെ അറിയാനും വേണ്ടി ഒന്ന് നമ്മൾ ഇവിടെ ഒന്ന് കാസ്റ്റ് ചെയ്തോളൂ. ഇതൊക്കെ നമുക്ക് നാട്ടിൽ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. പക്ഷേ നമുക്കൊരു കൗതുകത്തിൻ്റെ പുറത്ത് നാട്ടിലെത്തോളം വെയിറ്റ് ചെയ്യാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചാണ് കാസ്റ്റ് ചെയ്യണേ. ഫ്ലോട്ടും ഉപയോഗിക്കുന്നുണ്ട്. കാരണം ലോങ് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്ലോട്ട് വേണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുക. നമ്മൾ 80 ഗ്രാമിൻ്റെ ഫ്ലോട്ട് ഇട്ടാണ് കേട്ടോ ലോങ് ആയിട്ട് എറിയാൻ പോകുന്നത്. നല്ല ആ കാലുമേലുള്ള ആ ഒരു ഫ്ലാപ്പ് ഉള്ളതുകൊണ്ട് വെള്ളം നല്ല തെറിപ്പിച്ചാവും അത് റിട്രീവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയാം. നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നാട്ടിലെത്തുമ്പം. ഇത് ഞാൻ ഇവിടെ നിന്ന് 5 റിയാൽ കൊടുത്താട്ടോ മേടിച്ചത്. നാട്ടിൽ ഏകദേശം ഒരു 100-120 ഉറുപ്പ്യേൻ്റെ അടുത്ത് വില. അത്യാവശ്യം നല്ല ഒരു ഇതുണ്ട് കാണാൻ. പിന്നെ നമ്മുടെ നാട്ടിൽ ചെറിയനും വരാലും പിടിക്കണം ഇത്ര ലോങ് ഒന്നും എറേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം ഒരു 10-20 മീറ്ററൊക്കെ എറിഞ്ഞാൽ മതി. ഇത് പറഞ്ഞാൽ 60-70 മീറ്റർ ലോങ്ങൊക്കെയാണ് ഇപ്പോൾ ഞാൻ എറിഞ്ഞത്. അത് കാണാനുള്ള ഒരു ഭംഗിക്കും വേണ്ടി എറിഞ്ഞുള്ളൂ. ഇവിടുന്ന് ഈ ഇതുകൊണ്ട് മീൻ കിട്ടുന്നില്ല. പക്ഷേ നമ്മളൊരു സാധനം പുതുതായിട്ട് ട്രൈ ചെയ്യുമ്പം ആ ഒരു നമ്മൾ കണ്ട ഒരു മനസ്സിലൊരു വിഷ്വൽ ഉണ്ടാവില്ല. അത് നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മാത്രമേ എറിയുന്നതാണ് കേട്ടോ. പക്ഷെ നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്.
എൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് അതിൻ്റെ കാൽമേലുള്ള ആ ഫ്ലാപ്പ് തന്നെയാണ്. കാരണം അത്രയും ആ ഒരു വിഷ്വൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറച്ച് സബ്സ്ക്രൈബറേ നമ്മുടെ ചാനലിലുള്ളൂ. പിന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന 2 സഹായം മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.